പിണറായി സർക്കാരിൽ വകുപ്പ് മന്ത്രിമാർ ധനമന്ത്രിയെ എടുത്തിട്ട് കുടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കെഎസ്ആർടിസിക്ക് ഇനി നയാ പൈസ തരില്ലെന്ന് ബാലഗോപാലിന്റെ പ്രഖ്യാപനം. ഇതോടെ കലിതുള്ളി മന്ത്രിയുടെ ഓഫീസിൽ ഗണേഷ് കുമാർ ഇരച്ചെത്തി. നയാ പൈസ ഖജനാവിലില്ല, പിടിച്ചു ചെലവാക്കണമെന്നാണ് ധനമന്ത്രി പറയുന്നത്. കെഎസ്ആർടിസിയെ ചുമക്കാൻ ഇനി വയ്യ, സ്വയം പണം കണ്ടെത്തിക്കോളാൻ ധനമന്ത്രിയുടെ മറുപടി. അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല, കട്ടയ്ക്ക് തന്നെ ഗതാഗത മന്ത്രിയും നിൽക്കുകയാണ്. ഗണേഷ് കുമാറും ബാലഗോപാലും നേർക്കുനേർ പോരു തുടങ്ങിയിരിക്കുന്നു. ഇതോടെ കപ്പിത്താൻ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഖജനാവ് കാലിയായതിന്റെ ഉത്തരവാദി താൻ അല്ലേ എന്ന മട്ടിലാണ് മൂപ്പര് ക്ലിഫ് ഹൗസിൽ കയറി ഒളിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസിയെ ഇനി സാമ്പത്തികമായി സഹായിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് ധനവകുപ്പ്. ജൂലൈയിൽ പെൻഷൻ ഫയൽ മടക്കി അയച്ചാണ് ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചത്. ജൂണിലെ ശമ്പളത്തിന്റെ ആദ്യ ഗഡുവിന് സമീപിച്ചപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയാണ് 30 കോടി രൂപ അനുവദിച്ചത്. സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദ മറുപടി ധനവകുപ്പിന് ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ട്. കെഎസ്ആർടിസി വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി 625 കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു. ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു കെഎസ്ആർടിസിക്ക് KTDFC വായ്പ നൽകിയത്. പലിശയും പിഴപ്പലിശയുമായി തുക 625 കോടി ആയതോടെ KTDFCയും ഒപ്പം ജില്ലാ ബാങ്കുകൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി. കിട്ടാക്കടം പെരുകിയതോടെ KTDFCക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു. KTDFCയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയത് നില വഷളാക്കി. ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ധനവകുപ്പ് 625 കോടി KSRTCക്ക് കൈമാറിയത്. ഈ തുക നൽകിയതിനാൽ ഇനി KSRTCക്ക് മാസം തോറുമുള്ള സഹായം, പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ല എന്നും അത് KSRTC തന്നെ കണ്ടെത്തണമെന്നുമാണ് നിർദ്ദേശം. ശമ്പള ഇനത്തിൽ 50 കോടി രൂപയും പെൻഷനായി 71 കോടി രൂപയും ധനവകുപ്പ് നൽകുന്നുണ്ട്. പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ്. ഇത് 6 മാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി. അടുത്ത മാസം മുതൽ KSRTCയിൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കെയാണ് ധനവകുപ്പ് നയം മാറ്റിയത്. ധനവകുപ്പ് നൽകുന്ന 50 കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് 30 കോടി കൂടി മാസാദ്യം ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം 5-ന് മുൻപ് നൽകാമെന്നായിരുന്നു ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത്. ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചതോടെ ഇത് പ്രാവർത്തികമാകുമോ എന്ന് ഇനി കണ്ടറിയണം. വലിയൊരു പ്രതിസന്ധിയാണ് ഗതാഗത മന്ത്രിക്ക് മുന്നിൽ ധനമന്ത്രി ഉയർത്തിവിട്ടിരിക്കുന്നത്. എന്നാൽ ഇത് അനീതിയാണെന്നും KSRTCയുടെ പല ഫണ്ടുകളും സർക്കാർ വകമാറ്റിയിട്ടുണ്ട് എന്ന ആരോപണവും ശക്തമാകുകയാണ്. ധനവകുപ്പ് പാടെ കൈയൊഴിയുകയാണ് KSRTCയെ. ഇതോടെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിണറായിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയെല്ലാം തീർത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ ഇപ്പുറത്ത് KSRTCയെ പരിഗണിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കനത്ത വെല്ലുവിളി ഉയർത്തും പിണറായിക്ക്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനും ഇനി പരിഹാരം കാണണമെന്ന് ധനവകുപ്പിനോട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി.